ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യേശുക്രിസ്തുവിന്റെ രാജ്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. യേശുവിനോട് തന്റെ ശിഷ്യന്മാർ ഒരിക്കൽ വന്ന് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്കും കൂടെ പ്രാർത്ഥിക്കാൻ എങ്ങനെയാന്നുള്ള കാര്യം പഠിപ്പിക്കണം. അപ്പൊ അന്ന് യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കുക, അങ്ങയുടെ വില്ല് അല്ലെ ഈ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ലോകത്തുണ്ടായിട്ട് അങ്ങയുടെ ഇഷ്ടം ഈ ലോകത്ത് നടപ്പാകട്ടെ, അങ്ങയുടെ രാജ്യം ഈ ലോകത്തിൽ വരട്ടെ അല്ലെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. യേശുക്രിസ്തുവും പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്ത് വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യം അല്ലെ. നമ്മള് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കണം, ദൈവത്തിന്റെ വഴി കൂടെ നടക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യം. അപ്പം അങ്ങനെയാണ് ദൈവത്തിന് താല്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെ പിശാചിന് അത് സഹിക്കാൻ സാധിക്കത്തില്ല ഒരു കാരണവശാലും. അപ്പൊ പിശാച് ദൈവം തന്റെ കിങ്ഡം ഈ ലോകത്തില് എന്താ പറയുക സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് അതിന്റെ ഇടയിലേക്ക് ഓരോ എന്താ പറയുക പ്രശ്നങ്ങളുമായിട്ട് വരും അല്ലെ. അവൻ ഓരോ ദൈവം ചെയ്യുന്നതിന് എതിരായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ഒരു കാരണവശാലും വിജയിക്കാൻ പോകില്ല. കാരണം അവന്റെ സമയം അടുത്തിരിക്കുക, അവനെ പാതാളത്തിലേക്ക് എന്താ പറഞ്ഞ ദൈവം കൊണ്ടിടുന്ന സമയം അടുത്തു വരുന്നു. നമുക്ക് ഈ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ദൈവത്തിന്റെ എന്താ പറഞ്ഞ യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു അല്ലെ. യുദ്ധങ്ങളെ പറ്റിയുള്ള എന്താ പറയുക റൂമേഴ്സ് ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവം. അവസാനത്തെ കാലത്ത് നോവയുടെ കാലം പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തന്നെയാണല്ലോ ഇന്ന് കാണുന്നത് അല്ലെ. സമൂഹത്തിൽ വളരെയധികം ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു, പാപം കൊണ്ടുള്ള ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിശാചിന്റെ വർക്കും അവസാനിക്കുന്ന സമയമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെയും പിടിച്ച് പാതാളത്തിലിടുന്ന സമയം അടുത്തിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്കെതിരായിട്ട് അവൻ എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് പാരബിൾ ഓഫ് ദ വീഡ് അല്ലെ, പാരബിൾ ഓഫ് ദ ടയേഴ്സ് അല്ലെ, കളയെ പറ്റി ദൈവം പറഞ്ഞ ഉദാഹരണം, ഉപമ, അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, ഈ സമയത്ത് നന്ദി പറഞ്ഞു കർത്താവ്, അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന കർത്താവ്, ഞങ്ങളെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കർത്താവ്, ഞങ്ങളെ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ആയിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് കർത്താവ് ഇരിക്കുന്നവരായിരിക്കട്ടെ കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വചനം കേട്ടുകൊണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിലേക്ക് ആയിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കർത്താവ് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം, ഞങ്ങളോട് സംസാരിക്കണേ. യേശുവിന്റെ നാമത്തിൽ നാം എല്ലാ മഹത്വം അങ്ങേക്കത്തിന് ഉണ്ടാകട്ടെ. പിതാവേ, അങ്ങേക്കായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിന് നന്ദി പറയുന്നു. യേശു അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് 24 തൊട്ട് 30 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. 24 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ 36 തൊട്ട് 43 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായിന്റെ 13ന്റെ 24 തൊട്ട് 30ാമത്തെ വാക്കുകളാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു, അവർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും പിന്നെ യേശുവിന്റെ അടുത്തേക്ക് വന്ന കുറെ ആൾക്കാരും അല്ലെ. അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടമസ്ഥന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടി വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇനി 36 തൊട്ട് 43 വരെയുള്ള വാക്കുകൾ അതിങ്ങനെയാണ് പറയുന്നത്. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. വയലിക്കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ.
വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്തു കാലാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവൻ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർക്കും. തീച്ചൂളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പൊ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കും ചെവിയുള്ളവർ കേൾക്കട്ടെ, അല്ലെ? അപ്പൊ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. അന്ന് തന്റെ ശിഷ്യന്മാരെ പറ്റി പറഞ്ഞത്, പക്ഷെ അത് നമ്മൾക്കും കൂടെ ബാധകമാണല്ലോ. നമ്മളുടെ കണ്ണുകൾ, ശിഷ്യന്മാരുടെ കണ്ണുകൾ, നമ്മുടെ കണ്ണുകൾ, യേശുവിനെ കാണുന്നവർ, അല്ലെ, യേശുവിന്റെ വർക്ക് കാണുന്നവർ, യേശു എന്താണ് ചെയ്യുന്നത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണുന്നവർ, അവരെ അനുഗ്രഹിക്കപ്പെട്ടാണ്. കാതുകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. യേശുവിന്റെ ശബ്ദം കേൾക്കുന്നു, യേശുവിന്റെ വഴി കൊണ്ട് നടക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ യേശു പറയുക ചെവിയുള്ളവർ കേൾക്കട്ടെ, അല്ലെ, കേൾക്കണം, കേൾക്കാതിരിക്കരുത്. അപ്പൊ യേശു ഇവിടെ പറയുവാണ്, ഈ കളയുടെ ഉപമ വെച്ചോട് പറയുവാണ്. അവൻ മറ്റൊരു ഉപമ പറഞ്ഞു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം, അല്ലെ, സ്വർഗരാജ്യം ഒരു നല്ല മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മളിവിടെ 37 വാക്ക് ഇങ്ങനെ പറയും, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, അല്ലെ, കളം ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പൊ ഇവിടെ ദൈവം പറയുവാണ്, സ്വർഗരാജ്യത്തെ ഒരു മനുഷ്യനോട് ദൈവം ഉപമിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ് വയലിൽ പോയി, വയല് ഈ ലോകമാണെന്ന് പറഞ്ഞു, വയലിൽ പോയി വിത്ത് വിതയ്ക്കുക എന്നുള്ള കാര്യം. അപ്പൊ എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഒന്നല്ല 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. സ്വർഗരാജ്യം എന്നുള്ള വാക്ക് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വേർഷൻ ഒക്കെ എടുത്ത് വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും, രണ്ട് വാക്കുകൾ ദൈവം പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്നും പറഞ്ഞിട്ടുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം എന്നും ദൈവത്തിന്റെ രാജ്യം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ സ്വർഗരാജ്യം ഇവിടെ യേശു പറയുവാണ്, അതൊരു മനുഷ്യനോട് സദൃശ്യം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു തന്നെ പറഞ്ഞു ഇവിടെ 37 വാക്ക് പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ട ആള് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗരാജ്യത്തെ യേശു ഒരു മനുഷ്യനോട് കമ്പയർ ചെയ്യുന്നു. ആ മനുഷ്യൻ ആരെന്ന് വെച്ചാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ് സ്വർഗത്തിന്റെ രാജ്യം എന്ന് ദൈവം പറയുവാണ്. അപ്പോൾ എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരു സ്ഥലമാണ്, അല്ലെ? സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലം, ദൈവത്തിന്റെ ഗ്ലോറി ഉള്ള ഒരു സ്ഥലം, ദൈവം ഉള്ള ഒരു സ്ഥലം, അല്ലെ എന്ന് പറഞ്ഞ് പിന്നെ ദൈവം പറയുന്നത് അത് ദൈവപുത്രൻ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവപുത്രനല്ല മനുഷ്യപുത്രൻ. ദൈവപുത്രൻ എന്ന് സൺ ഓഫ് മാൻ എന്നും സൺ ഓഫ് ഗോഡ് എന്നും യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ, പലപ്പോഴും യേശുവിനെ പറയുന്ന കാര്യം. അപ്പൊ ദൈവപുത്രൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ്. അപ്പൊ നമ്മൾ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ 15 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, കാണാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് യേശുവിന് വേണ്ടി, യേശു വഴിയാണ്. ബൈ ജീസസ് ക്രൈസ്റ്റ്, ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ഫോർ ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു വഴിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, യേശുവിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ഫോർ ജീസസ് ക്രൈസ്റ്റ്, അവന് വേണ്ടി ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം അവനിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിലാണ്, അല്ലെ? 2-ാമത്തെ ചാപ്റ്റർ, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ട്രസ്പാസ്, നമ്മുടെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതത്തിൽ, അല്ലെ, നമ്മുടെ പാപത്തിൽ നമ്മൾ മരിച്ചവരായിരുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ഒപ്പം പിതാവ് തന്റെ അഗാധമായ സ്നേഹം, അത് നമ്മളിലേക്ക് വർക്കുന്ന സ്നേഹം കൊണ്ട്, തന്റെ കരുണയാല്, അല്ലെ, ദൈവം എന്താ പറയാ, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനുള്ളവരാക്കി യേശുക്രിസ്തുവിലാക്കി വെച്ചിരിക്കും. സ്വർഗത്തിന്റെ റിലംസിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നത് അത് യേശുക്രിസ്തുവിലാണ്, അല്ലെ? അപ്പൊ യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, ഒരു സ്ഥലമാണ്, അല്ലെ? അപ്പൊ സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരു സ്ഥലമാണ്, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വർഗത്തിന്റെ രാജ്യം തുടങ്ങിയിരിക്കുന്നത് തന്നെ യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തന്നെയാണ്, അല്ലെ? യേശുക്രിസ്തു ലോകത്തുണ്ടായിരുന്ന സമയത്ത്, ഇപ്പൊ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യന്റെ രൂപത്തിൽ ലോകത്ത് പ്രസന്റ് ആയിരുന്ന സമയത്ത്, ഇപ്പൊ ഉള്ളത് ഹോളി സ്പിരിറ്റ് ഗോഡ് ആണല്ലോ. അപ്പൊ യേശുക്രിസ്തു പ്രീച്ച് ചെയ്ത് ഇങ്ങനെയാ, റിപ്പന്റ്, ദി കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ സ്വർഗത്തിന്റെ രാജ്യം നിങ്ങളുടെ
തൊട്ടടുത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ രാജ്യം സ്റ്റാർട്ട് ആകുന്നത് യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ടാണ്. അപ്പൊ യേശുക്രിസ്തു ആണ് സ്വർഗത്തിന്റെ രാജ്യം. യേശുക്രിസ്തു ആണ് ആ രാജ്യത്തിന്റെ രാജാവ്, അല്ലെ? അവനാണ് എല്ലാത്തിനും സൃഷ്ടിച്ചിരിക്കുന്നത്. അവനിലാണ് എല്ലാം ഉള്ളത്, അല്ലെ? അവൻ എല്ലാത്തിനെയും നിറയ്ക്കുന്നു, അല്ലെ? എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു എല്ലാത്തിനെയും അവൻ ഫില്ല് ചെയ്യുന്നു, അല്ലെ? യേശുവിലാണ് നമ്മൾ, യേശുവിലായിരിക്കണം നമ്മൾ, അല്ലെ? യേശുവിന്റെ പുറത്താണെങ്കിൽ നമ്മള്, യേശുവിന്റെ ഉള്ളിലല്ല നമ്മളെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ഒരു യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, അല്ലെ? അപ്പൊ ഇവിടെ ദൈവം പറയുവാണ്, യേശു പറയുവാണ്, സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ദൈവത്തിന്റെ രാജ്യം അതെന്താണ്? കിങ്ഡം ഓഫ് ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ രാജ്യം, നേരത്തെ പറഞ്ഞ സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള എവിടെയാണോ അത്, അല്ലെ? ദൈവം യേശുക്രിസ്തു തന്നെയാണ് സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ രാജ്യത്തിന്, അതായത് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ വർക്കിങ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അല്ലെ? എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ പവർ, ആ വർക്ക് ചെയ്യുന്ന അത് രീതി, അതിന്റെ പ്രൊസീജിയേഴ്സ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം യേശുക്രിസ്തു ആണ് സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോ യേശുക്രിസ്തുവാണ് സ്വർഗം തന്നെ യേശുവാണെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എന്താ പറയുക, യേശുവിലാണ് സ്വർഗം എന്ന് പറയുമ്പോ ആ യേശു ചെയ്യുന്ന പ്രവർത്തികളുണ്ട്. അപ്പൊ ആൾക്കാരെ ഹീലാക്കുന്നു, നമ്മുടെ സാൽവേഷൻ, അല്ലെ? കണ്ണു കാണാമാത്തവരെ സുഖപ്പെടുത്തുന്നു, പാപത്തിൽ കുരുടായി പോയിരിക്കുന്നവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു പുതിയൊരു വ്യക്തിയാക്കുന്നു. ആ പ്രവർത്തനങ്ങളെ എല്ലാം പറയുന്ന പേരാണ് ദൈവത്തിന്റെ രാജ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു ദൈവത്തിന്റെ രാജ്യം നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെ? ചില ബൈബിളിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോൾ ചില ട്രാൻസ്ലേഷൻ പറയുന്നത് നിങ്ങളുടെ ഇടയ്ക്കാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയും. ചില ട്രാൻസ്ലേഷൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയും, അല്ലെ? എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ദൈവത്തിന്റെ രാജ്യമുണ്ട്, നമ്മുടെ ഉള്ളിലും ദൈവത്തിന്റെ രാജ്യമുണ്ട്. അപ്പൊ സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ യേശു എവിടെയാണ് ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളതെല്ലാം, അല്ലെ? അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ ദൈവം ഇവിടെ സ്വർഗത്തിന്റെ രാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യൻ തന്റെ നിലം എന്നിവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, വയൽ ലോകം ആകുന്നു. അപ്പൊ ദൈവത്തിന്റെ വയൽ ലോകമാണെന്ന് പറയുന്നത് നമുക്കത് അത്രയ്ക്ക് അങ്ങ് സ്വീകരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വയൽ ചർച്ച ആണെന്നുള്ളത് നമ്മുടെ ഒരു പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ്, അല്ലെ? ദൈവം ചർച്ചിന്റെ അകത്തല്ലേ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു വിചാരം നമുക്കുള്ളൂ. പക്ഷെ അപ്പൊ നമ്മൾ ഓർക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയെയും ആകാശത്തെയും ആദ്യം സൃഷ്ടിച്ച ദൈവമാണ്, സൃഷ്ടിച്ചവന്റെയാണ് പ്രോപ്പർട്ടി, അല്ലെ? ഭൂമിയും ആകാശവും ദൈവത്തിന്റെയാണ്. 24-ാമത്തെ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന എർത്ത് ദൈവത്തിന്റെയാണ്, അതിന്റെ ഫുൾനെസ് ദൈവത്തിന്റെയാണ്, ഈ ലോകം ദൈവത്തിനാണ്, ലോകത്ത് താമസിക്കുന്ന മനുഷ്യ ദൈവത്തിനാണ്, സകലതും ദൈവത്തിന്റെയാണ്, അല്ലെ? പക്ഷെ ഇന്ന് ഈ ലോകത്തിലേക്ക് കാണുമ്പോൾ പിശാചാണ് ലോകത്തിന്റെ അധിപതിയായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദവും ഈവും പാപം ചെയ്തപ്പോ അവന് എന്താ പറയാ, പിശാചിന് അതോറിറ്റി കൊടുത്തു, അധികാരം കൊടുത്തു, ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ അധികാരം കൊടുത്തു. പക്ഷേ നമുക്കറിയാം, എന്താ പറയാ, ലൂക്കോസ് 10-ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, പിശാചിന്റെ സകല പവറിനെയും ചവിട്ടി മെതിക്കാനുള്ള അധികാരം നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുക, അല്ലെ? എന്താ, പാമ്പിനെയും തേളിനെയും, അല്ലെ, ശത്രുവിന്റെ സകല ശക്തിയെയും ചവിട്ടി മെതിച്ച് അവന്റെ ഷേപ്പ് മാറ്റാനുള്ള അധികാരം നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, അല്ലെ? അപ്പോ പിശാച് ഒരു തോറ്റവനാണ്, അല്ലെ? അവന്റെ സമയം അടുത്തിരിക്കും എന്നുള്ള കാര്യം അവനറിയാം. അതിന് ഉള്ള ഒരു എന്താ പറയാ, ഒരു വെപ്രാളത്തിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അവൻ കിട്ടുന്ന സമയം കൊണ്ട് മനുഷ്യരെ നശിപ്പിക്കുക എന്നുള്ളത്, അവന് ദൈവത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പൊ മനുഷ്യരെ നശിപ്പിച്ചു കളന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ വായിലാണ് ഈ ലോകം, അല്ലെ? ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ചർച്ചാണ്, അല്ലെ? നമ്മളെല്ലാം കൂടി വരുന്നത്, അല്ലെ? അതാണ് ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബോഡിയാണ് യേശു ക്രിസ്തുവിന്റെ. അപ്പൊ ആ ചർച്ചുള്ള ഈ ലോകത്താണ്. അപ്പൊ യേശുവിൻ്റെതാണ് ഈ ലോകം, അല്ലെ? അപ്പൊ പലപ്പോഴും നമ്മൾക്ക് ലോകത്തിന്റെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കാതിരിക്കുക. പക്ഷെ ലോകത്തിന്റെ പാർട്ടാണ് നമ്മൾ എന്നുമല്ല. നമ്മളോട് ദൈവം പറഞ്ഞ ലോകത്തെ ഇൻവേഡ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
ലോകത്തിന്റെ എല്ലാ ഈ മേഖലയിലും ഇപ്പൊ പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയത്തിലായിരിക്കോട്ടെ, അല്ലെ ഹോസ്പിറ്റൽ ഡോക്ടർമാരായിക്കോട്ടെ, അല്ലെ എഞ്ചിനീയർമാരായിക്കോട്ടെ, അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മളുടെ എന്താ പറയാ സാമീപ്യം ഉണ്ടാകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പ്രസൻസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്നതാട്ടെ. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ വിചാരിച്ചു നോക്കെ, എത്ര ഡോക്ടർമാരുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഡോക്ടർമാര്? ഒന്ന് വിചാരിച്ചു നോക്കി, എത്ര നേഴ്സുമാരുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെ? നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു നോക്കി, എത്ര പേരുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര്? നമ്മള് എന്താ പറയുക, ദൈവത്തിന്റെ കിങ്ഡം എല്ലാ ഏരിയയിലേക്കും, ലോകത്തിന്റെ ഏരിയയിലേക്ക് എല്ലായിടത്തേക്കും ദൈവത്തിന്റെ കിങ്ഡം കൊണ്ടുവരാം. പിശാച് അടക്കി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, അല്ലെ, എല്ലായിടത്തും, എല്ലാ ഏരിയയിലും, അല്ലെ, ദൈവത്തിന്റെ മക്കൾ വർക്ക് ചെയ്യട്ടെ. അവിടെ ദൈവത്തിന്റെ കിങ്ഡം വരട്ടെ, അവര് ഗോസ്പിൾ ഷെയർ ചെയ്യട്ടെ. അങ്ങനെ ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തെ മൊത്തം സ്പ്രെഡ് ചെയ്യട്ടെ. അതല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് പലപ്പോഴും പേടിയാ. ഉദാഹരണമായിട്ട് പറഞ്ഞു, ഓക്കെ, നമ്മുടെ പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആരും പോകത്തില്ല, അല്ലെ? അതൊക്കെ മോശം എന്ന് പറയുന്നത്. ഫാഷൻ വേൾഡിലേക്ക്, അല്ലെ, ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കൊന്നും ദൈവത്തിന്റെ മക്കൾ ആരും ഒറ്റ ആൾ പോലും പോകത്തില്ല. പേടിയാ, കാരണം പിള്ളേർ നശിച്ചു പോകുന്ന പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞാൽ അവരങ്ങ് നശിച്ചു എന്ന് പറയുന്നത്. അതൊക്കെ മോശപ്പെട്ട സ്ഥലമാണ്. ഇത് അവരങ്ങ് നശിച്ചു പോകുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ദൈവം എന്താ പറയണം, അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയ്ക്കണം, അല്ലെ? ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. പിശാച് കൈവച്ചിരിക്കുന്ന സ്ഥലം എന്നല്ല, പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കണം. ഈ ലോകത്തെ മൊത്തം നമ്മൾ പിടിച്ചെടുക്കണം, അല്ലെ? നമ്മള് വർക്ക് ചെയ്യാത്തോണ്ട്, നമ്മുടെ എന്താ പറയുക, നമ്മൾക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന സകല വിധത്തിലുള്ള മോശപ്പെട്ട കാര്യം നടക്കുന്നത്, അല്ലെ? ചർച്ച ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട്, നമ്മൾ ഗോസ്പില് പുറത്തിറങ്ങി സംസാരിക്കാത്തതുകൊണ്ട്, സാൽവേഷൻ കൊണ്ട് മാത്രമേ ലോകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അത് നമുക്ക് താല്പര്യമില്ലാത്ത, ഗോസ്പിൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ലോകത്ത് സകല വിധത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. അപ്പൊ ഇപ്പൊ ഇവിടെ ദൈവം 38ാമത്തെ വാക്ക് പറയുന്ന വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. അപ്പൊ യേശു പറയുക, സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാല് ഉടമസ്ഥൻ ചെന്ന് നല്ല വിത്ത് വിതയ്ക്കുന്നോട് തുല്യം. എന്നിപ്പോ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, 3 രീതിയിൽ നമുക്ക് കാണാം ബൈബിളിൽ വിത്ത് എന്ന് പറയുമ്പോൾ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വിത്താണ്, അല്ലെ? ഇംപെരീഷബിൾ സീഡ്, അല്ലെ, ഇൻകറപ്റ്റബിൾ സീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 1 ചാപ്റ്റർ 23 വാക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത, ഒരിക്കൽ പോലും കേടുവരാത്ത വിത്താണ് യേശുവിന്റെ വചനം. പിന്നെ ഇവിടെ മനുഷ്യരെ ദൈവം വിത്തിനോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എബ്രഹാമിന്റെ വിത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ അനുഗ്രഹം വയ്ക്കുന്ന ആൾ വരും എന്നല്ല എബ്രഹാമിന്റെ വിത്ത് വഴി ലോകത്തെ മൊത്തം അനുഗ്രഹിക്കപ്പെടും, ലോകത്തെ രാജ്യങ്ങൾ മൊത്തം അനുഗ്രഹിക്കപ്പെടുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാല് സ്വർഗത്തിന്റെ രാജ്യത്തെയും എന്താ പറയുക, കടുകും മണിയോട് ഒരു വിത്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കും, അല്ലെ? ഇവിടെ പറയുന്നത് നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രം എന്ന് വെച്ചിരിക്കുന്നത്, നമ്മളെ വിത്തിനോടാണ് ദൈവം ഉപമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ വിത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, വിത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്, അല്ലെ? ആ വിത്ത് മണ്ണിൽ പോയി അതിന് വളരാനുള്ള സാഹചര്യം കിട്ടിക്കഴിയുമ്പോൾ അത് വളരുക തന്നെ ചെയ്യും, അല്ലെ? അതാണല്ലോ അതിന്റെ ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ. അത് വളർന്നു കഴിഞ്ഞിട്ട് മുളച്ചു വന്ന് അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മാവിന്റെ ആണ് മാങ്ങ ഉണ്ടോ, അങ്ങനെ ഓരോന്നും ഉണ്ടായി കഴിഞ്ഞാൽ അവത്തിൽ നിന്ന് വേറെ കുറെ അധികം എന്താ പറയാ മരങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ അതങ്ങനെ മൾട്ടിപ്ലൈ, അല്ലെ? ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ എന്നുള്ള ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ രീതി എങ്ങനെയാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താ ഫ്രൂട്ട്ഫുൾ ആയിരിക്കട്ടെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കും. വിത്ത് എന്ന് പറയുമ്പോൾ അത് മണ്ണിൽ വീണ് ചത്തു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഒരുപാട് വിത്തുകൾ ഉണ്ടാകും, ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകും. ആ ഫലത്തിൽ നിന്ന് പിന്നെ അതും വീണ് ചത്തു കഴിയുമ്പോൾ ഒരുപാട് ഫലങ്ങൾ വേറെ ഉണ്ടാകും, എന്താ പറയാ വൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മളെപ്പറ്റി പറഞ്ഞു, നമ്മുടെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ക്രോസും എടുത്തോണ്ട്, നിങ്ങൾ കുരിശും എടുത്തോണ്ട് നിങ്ങൾ എല്ലാ ദിവസവും മരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തെ കൊന്നു കളയണം, നശിപ്പിച്ച് കളയണം. അപ്പൊ നിങ്ങൾ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പേരെ ഗോസ്പല് പറഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ഒരാളുടെ ജഡത്തിന്റെ മരണം കാരണം ഒരുപാട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെ? അപ്പൊ അവിടെ നല്ല വിത്തിന് ദൈവത്തിന്റെ പുത്രന്മാരോട് ഉപമിച്ചിരിക്കുന്നു. ദുഷ്ടന്റെ പുത്രന്മാർ, അല്ലെ? അത് വിതച്ച ശത്രു പിശാചും കൊയ്ത്തു കാലാവസാനം കൊയ്യുന്ന ദൂതന്മാർ കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പൊ ഇത് ഇന്ന് എന്താ പറയുക, സ്വർഗത്തിന്റെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത്, അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, കളയും
ഇത് നെല്ലും തമ്മിലുള്ള അല്ലെങ്കിൽ ഗോതമ്പും തമ്മിൽ കാണാൻ വേണ്ടി വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. അപ്പം അത് രണ്ടും ഒരുപോലെ ഇരിക്കും. ഈ കള വളർന്നു വരുമ്പോൾ കളയും നെല്ലും അല്ലെങ്കിൽ കളയും ഗോതമ്പും വളർന്നു വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല, അല്ല ഏതൊക്കെയാന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല. പക്ഷെ മനസ്സിലാകുന്നത് ഗോതമ്പിന്റെ എന്താ പറയുന്നത്, ഗോതമ്പ് മണികൾ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ കളയുടെ മണികൾ ഉണ്ടായി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇതിപ്പോ ഗോതമ്പല്ല ഇത് കളയാണല്ലോ എന്ന കാര്യം മനസ്സിലാകുന്നു അല്ലെ. അപ്പോ ദൈവം ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഇവിടെ കളയെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സ്വർഗത്തിലെ ആൾക്കാരെ, സ്വർഗരാജ്യത്തിലെ ആൾക്കാരെ പറ്റിയാണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്വർഗരാജ്യം എന്താ പറയുക, നമ്മുടെ ചർച്ചിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ചർച്ചിനെ പറ്റി ഞാൻ പറയുവാണ്, നമ്മുടെ ചർച്ചിലുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ പാട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ വിശ്വസിക്കാത്ത വ്യക്തികളെ പറ്റിയല്ല ദൈവം പറഞ്ഞു എന്ന്. ദൈവത്തെ വിശ്വസിക്കാത്ത വ്യക്തികൾ എന്ന് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാല്, ദൈവത്തിന്റെ രാജ്യമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ആൾക്കാരെ പറ്റിയല്ല ദൈവം പറയുന്നത് അല്ലെ. ദൈവമായിട്ട് ഒരു വിധത്തിൽ അമ്പിനും വില്ലനും അടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ പാട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറയുന്നത്. ചില ആൾക്കാർ കളയാണ്, ചില ആൾക്കാർ നല്ല എന്താ പറയുക ഗോതമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്കൊരു വാണിംഗ് ഇവിടെ തരുവാണ്. യേശുക്രിസ്തു ഒരു വാണിംഗ് തരുവാണ്. സ്വർഗത്തിന്റെ രാജ്യം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ദൈവം ഉദ്ദേശിച്ചത് നല്ല വിത്തുകളാണ്, ദൈവം പാകിയത് നല്ല വിത്തുകളാണ്. പക്ഷെ അതിന്റെ ഒപ്പം പിശാചും തന്റെ മോശപ്പെട്ട വിത്ത് വിതച്ചിട്ടുണ്ട്, വിതയ്ക്കുകയും ചെയ്യും, ഇനിയും വരും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിൽ വന്നുകൊണ്ട് ആമേന്ന് ഹാലലുയ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്ന് പാട്ട് പാടുകയും നമ്മുടെ കൂടെ ആരാധിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ കുഞ്ഞുങ്ങൾ അല്ല എന്ന് ചുരുക്കം അല്ലെ. നമ്മളെ പഠിപ്പിക്കുന്ന പല പാസ്റ്റർമാരും പല പ്രോഫറ്റുമാരും പല അപ്പോസ്റ്റലന്മാരും യേശുവിന്റെ രാജ്യത്തിന്റെ മക്കളല്ല എന്ന് ചുരുക്കം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയായിരിക്കും എന്ന് പറയും. കളയും ഗോതമ്പ് ഒരേപോലെയാണ്. അതിന്റെ ഫലം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് അല്ലെ. അത് നല്ല എന്താ പറയുക, നല്ല വൃക്ഷം നല്ല ഫലമേ തരത്തുള്ളൂ, ചീത്ത വൃക്ഷം ചീത്ത ഫലമേ തരത്തുള്ളൂ അല്ലെ. അപ്പൊ അവരുടെ ഒരു വൃക്ഷത്തെ മനസ്സിലാക്കുന്ന അവരുടെ ഫലം കൊണ്ടായിരിക്കും എന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഇടയിലും ദൈവത്തെ വിശ്വസിക്കാത്ത വ്യക്തികളുണ്ട് അല്ലെ. അത് കണ്ടു കഴിഞ്ഞാൽ പുറമേന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാം ഭയങ്കര ഭക്തിയും എല്ലാം സ്പിരിച്വാലിറ്റിയും എല്ലാം ഉള്ള ആൾക്കാർ, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ദൈവമായിട്ട് അവർക്ക് ഒരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കത്തില്ല അല്ലെ. അവരെങ്ങനെയുള്ള വ്യക്തികളായിരിക്കും എന്നുള്ള കാര്യം ജൂഡിനകത്ത് യൂദയ്ക്കകത്ത് എഴുതിയിട്ടുണ്ടല്ലേ. അവര് നമ്മുടെ എന്താ പറയുക ചർച്ചുകളിലേക്ക് നുഴഞ്ഞു കയറുന്നവർ അല്ലെ. അവരെങ്ങനെ വരുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ അവരുടെ വിചാരം അവരുടെ മനസ്സിലിരിപ്പ് മോശപ്പെട്ടവരാണ്. അവര് ദൈവത്തെ തള്ളിക്കളയുന്നവരാണ് അല്ലെ. എന്താ പറഞ്ഞ അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവത്തിന്റെ ഗ്രേസിന് ദൈവത്തിന്റെ കൃപയെ അവര് മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് താല്പര്യപ്പെടുക. അങ്ങനെ ഒരു ജീവൻ ജീവിക്കുന്ന വ്യക്തികളും ആയിരിക്കും അല്ലെ. സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ദൈവത്തെ പാടെ തള്ളിക്കളയുന്നവരായിരിക്കും. പക്ഷെ വാഗൊണ്ട് അവർ ദൈവത്തെ എന്താ പറയുക ഗ്ലോറി ചെയ്യപ്പെടുത്തുന്ന ആൾക്കാരും ആയിരിക്കും. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ദൈവത്തിലുള്ള വിശ്വാസം മാത്രം പോരാ നമ്മൾക്ക് അല്ലെ. വിശ്വാസം വേണം. വിശ്വാസം ഒരു പരിചയമാണ് നമ്മുടെ കയ്യിൽ. യേശുവിന്റെ വിശ്വാസം നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല, അതൊരു കാര്യം. പക്ഷെ ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളത് വിജ്ഞാനത്തിൽ വിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, എഫേസസ് ചർച്ച് വിട്ടിട്ട് പോള് പോവുക അല്ലെ. അവസാനമായിട്ട് എന്ന് വെച്ചാൽ പോള് പറയും അവരോട്, ഇനി ഞാൻ നിങ്ങളെ കാണത്തില്ല, എന്റെ ഫേസ് നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് എഫേഷ്യൻ ചർച്ചിലെ എൽഡേഴ്സിനെ വിളിച്ചിട്ട് പോള് സംസാരിക്കും. അപ്പൊ പോള് പറയും, കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങളെ എങ്ങനെയാണ് നോക്കിയത് അല്ലെ. നിങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഞാൻ മറച്ചു വെച്ചില്ല, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടില്ല അല്ലെ. നിങ്ങൾ ഞാൻ അതുപോലെയാണ് നോക്കിയത്. പക്ഷെ ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് അല്ലെ, പ്രവൃത്തിയിലെ അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ ചാപ്റ്റർ 28-31 വരെയുള്ള വാക്കുകൾ കാണാൻ പറ്റും. പോള് പറയുക, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആട്ടിൻകുഞ്ഞുങ്ങൾ, അതായത് ആട്ടിൻകൂട്ടത്തെ, അതായത് അവിടെയുള്ള ചർച്ചിലുള്ള ആൾക്കാരെ പറ്റി പറയുക, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ തന്നെ സാവേജ് വൂൾഫ് അല്ലെ, എന്താ പറയാ നരികൾ
നരികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, നിങ്ങളുടെ ചർച്ചിന്റെ ഉള്ളിലേക്ക് വരും. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ചെന്നായ്ക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അവര് വരിക തന്നെ ചെയ്യും അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ വിപരീത ഉപദേശം പ്രസ്താവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് വരാൻ ആൾക്കാർ വന്നിരിക്കും എന്ന് പോൾ പറയുന്നിരിക്കുന്നു അല്ലെ. അങ്ങനെ വന്നിരിക്കും എന്ന് പറയുമ്പോൾ പോളിന് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ? യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടി അല്ലെ. പോൾ യേശുവുമായിട്ട് സ്നേഹബന്ധത്തിലായിരുന്നല്ലോ. അപ്പം അങ്ങനെ പോളിന് കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ വരെ തന്നെ ഇന്ന് ചർച്ചകളിൽ അതെല്ലാം നടക്കുന്നു. അപ്പൊ നമ്മളുടെ കൂടെ ഉള്ളവർ അല്ലെ എങ്ങനെയുള്ള ആൾക്കാരാണ്? യേശു ക്രിസ്തുവിൽ വളർന്നതാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഇല്ല എങ്കിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിലും യേശു ക്രിസ്തു ഫോം ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെ, അവൻ ദൈവത്തിന് ഉള്ളതല്ല, ദൈവത്തിന്റെ പാട്ട് അല്ല അവൻ. അപ്പൊ എന്താ പറയണം, അവരുടെ പ്രവൃത്തി കൊണ്ട് അല്ലെ, അവരുടെ വഴികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഫലം കൊണ്ട് അല്ലെ. എന്താ പറയാ, ഹോളി സ്പിരിറ്റിന്റെ ഫലത്തിലാണോ, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിലാണോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതോ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലാണോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. തന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയാണ്, തന്റെ ഗ്ലോറിക്ക് വേണ്ടിയാണോ അവര് അല്ലെ, അവര് വലിയവരാകണം എന്നുള്ള രീതിയിലാണോ അവർ വർക്ക് ചെയ്യുന്നത്, ദൈവത്തെ ഗ്ലോറി ചെയ്യുകയാണോ ചെയ്യുന്നത്, ഗ്ലോറിപ്പെടുത്തുവാണോ മഹിമപ്പെടുത്തുവാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവസാനം ഈ ആൾക്കാര് അവര് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ദൈവം എന്ത് പറയും, എന്ത് ചെയ്യും? അവരെ എല്ലാം കെട്ടിവെക്കുന്ന പോലെ അവരെ ദൂതന്മാരെ അയച്ചു കൊയിച്ചിട്ട് അവരെ പാതാളത്തിൽ ഒരിക്കലും കെട്ടുപോകാതെ തീയിലിടുന്ന ഒരു കാലം വരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് അല്ലെ, നമ്മൾ ഈ കളകളെ പോലെ ആകാതിരിക്കുക അല്ലെ, നമ്മള് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കുക, നമ്മൾ ഈ കളകളെ പോലെ ആക്കാതിരിക്കുക. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകാതിരിക്കുക. ദൈവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെ, എന്താ പറയുക, ചർച്ചിനെയും നമ്മളുടെ കൂട്ടാളികളായിട്ടുള്ള വിശ്വാസികളല്ലേ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കും അല്ലെ. ദൈവത്തിന്റെ രക്തം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാങ്ങിച്ചവരാണ് എല്ലാ വിശ്വാസികളും ഒന്ന് വിചാരിച്ചോണം. എല്ലാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികളെയും യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാങ്ങിച്ചിരിക്കുന്നവരാണ്. നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ മോശപ്പെട്ട രീതി കൊണ്ട് ഒരൊറ്റ വ്യക്തി പോലും യേശുവിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരവസ്ഥ പോലും ഒരു കാലത്തും ഉണ്ടാകരുത്. അത് ഒരിക്കലും നന്മയ്ക്കായിട്ട് തീരത്തില്ല. അതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അറിവുണ്ടായിരിക്കുക അല്ലെ. എന്നു വെച്ച് കഴിഞ്ഞാൽ ബൈബിളില് ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം പറഞ്ഞിരിക്കുന്ന കാര്യം ഏതോ, പലരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ പേരിൽ വരും. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ആയിരിക്കത്തില്ല. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ പറയുന്നത്, പിശാചിന്റെ ആൾക്കാരായിരിക്കും അവര്. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമായിരിക്കണമെന്നില്ല. അപ്പൊ നമ്മള് യേശുവിൽ നിന്നുള്ള ആ വിജ്ഞാനത്തിൽ നമ്മള് എന്താ പറയുക, നമ്മൾ ജീവിക്കുക. അതന്നെയല്ലേ എഫേസ്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ എഫേഷ്യന്മാരെ പറ്റി, എഫേഷ്യർക്ക് വേണ്ടി പോൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ആത്മാവിനെ കിട്ടണം അല്ലെ, പ്രാർത്ഥിക്കുന്നത് എന്താ ആത്മാവിനെ, വെളിപ്പാടിന്റെ വിജ്ഞാനത്തിന്റെ ആത്മാവിനെ കിട്ടണം അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി എഫേഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ ആരാന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. പലതരത്തിലുള്ള ടീച്ചിങ്ങായിട്ട് ഇപ്പൊ ആൾക്കാര്, പലതരത്തിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള ടീച്ചിങ്ങാണ് ഇപ്പൊ ചർച്ചകളിലൊക്കെ നടക്കുന്നത്. പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ചർച്ചകളിലൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് അറിവുള്ളവരായിരിക്കും. അറിവുണ്ടാകണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് അറിയുക അല്ലെ. ബൈബിള് വഴി യേശുക്രിസ്തുവിനെ അറിയുക. യേശുക്രിസ്തുവിനെ അറിയുന്നവരായിരിക്കുക അല്ലെ. യേശുവില് അടിയുറച്ചിരിക്കുന്നവരായിരിക്കുക. അങ്ങനെയാണെങ്കിൽ യേശുവിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടെ അല്ലെ. അങ്ങനെ ആയിരിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള പ്രീച്ചിങ്ങായിട്ട് ആൾക്കാർ വന്നാൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. കാരണം നമുക്കറിയാം നമ്മളോട് ദൈവം സംസാരിക്കുന്നു അല്ലെ. യേശു നമ്മളോട് സംസാരിക്കും, തന്റെ വചനം വഴി നമ്മളോട് സംസാരിക്കുന്നു. അപ്പൊ വചനത്തിന്റെ ശരിയല്ലാത്ത രീതിയിലുള്ള വേർഷനുമായിട്ട് അവർ വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ഇത് ശരിയല്ലല്ലോ, ഇത് ബൈബിളിൽ നിന്നുള്ള കാര്യമല്ലോ, ഇങ്ങനെയല്ലല്ലോ ബൈബിൾ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം നമുക്ക് എന്താ പറയുക, വേറെ രീതിയിലുള്ള ടീച്ചിങ്ങുമായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി
അല്ലെ. അപ്പൊ ദൈവത്തിലായിരിക്കുക, ദൈവത്തിൽ റൂട്ടഡ് ആയിരിക്കുക, വളരെയധികം ആഴത്തിലായിരിക്കുക, ഡീപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും. നല്ല എന്താ പറയുക, ദൈവത്തിൽ യേശുക്രിസ്തുവിൽ സ്ട്രോങ് ആയിരിക്കുക എന്നാണ് യേശുക്രിസ്തു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ. അപ്പൊ ഒരു വിധത്തിലുള്ള ടീച്ചിങ്ങില് നമ്മൾ ഇളകി പോകത്തില്ല, ഇളകി പോകുന്നവരായിരിക്കരുത്. അപ്പൊ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഇടയില് അല്ലെ, എന്താ പറയണ, ദൈവത്തിലല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവം പറയുമ്പോൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും അല്ലെ. ഇത് അവസാനത്തെ കാലത്തിന്റെ എന്താ പറയുക, അന്ന് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ദൈവം കറ്റ കൊയ്യുന്ന പോലെ കൊയ്തെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്രയും നാള് അല്ലെ, അത്രയും നാള് നമ്മുടെ ഇടയിൽ ഇവർ ഉണ്ടായിരിക്കും എന്ന് ഒരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഒരിക്കൽ പോലും അറിവില്ലാത്ത വ്യക്തി ആകരുത് എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുറ്റും ഉള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ വിശ്വാസികൾ ആയിരിക്കണമെന്നില്ല. എല്ലാവരെയും കണ്ണടച്ച് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാതിരിക്കുക. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അല്ലെ, ഓരോ എന്താ പറയുക വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് ബൈബിളിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, ചെയ്തതിനു ശേഷം മാത്രം വിശ്വസിക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നിർത്താം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. അങ്ങനെ പോലും ഒരു ദൈവമില്ല, അങ്ങനെ സ്നേഹം പോലും സ്നേഹവുമില്ല കർത്താവ്. താങ്ക് യു ജീസസ്. ഞങ്ങൾക്ക് ബുദ്ധി തരുന്ന അപേക്ഷിക്കുന്നു കർത്താവ്, ഞങ്ങൾക്ക് വിജ്ഞാനം തരുന്ന അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഞങ്ങൾ ലീഡ് ചെയ്യപ്പെടട്ടെ കർത്താവെ. ആരും വന്ന് ഞങ്ങളെ കർത്താവ് വഴിതെറ്റിക്കാനുള്ള ഇടവരുത്തായിരിക്കട്ടെ, ഞങ്ങൾ ആരെയും വഴിതെറ്റിക്കാനുള്ള ഇടയും വരുത്തായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ സകല വിധത്തിലുള്ള മഹിമ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. ഇന്ന് കേട്ടിരുന്ന ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.